ഉള്ളിയിലപ്പത്തിന് ചെറുപ്പമോ ഇന്നു ഞാൻ ചോദിച്ചല്ലോ. ഉന്നതനാം ദൈവം കുഞ്ഞായി വന്നെന്നും അപ്പമായി മാറിയെന്നും കുഞ്ഞിലെ ഞാൻ അറിഞ്ഞു, എന്നമ്മ പറഞ്ഞു തന്നു. നീലക്കുറിഞ്ഞിക്ക് നീല നിറം മിന്നിതെങ്ങനെ കിട്ടിയമ്മേ? നീലമയിലിന്റെ പിലിയിതെന്റെ നീല നിറമയമ്മേ. മനമിതെന്റെ മാറി നിറത്തെ കാണിച്ചിടുന്നതമ്മേ. മഴവില്ലിനു പിന്നിൽ ഞാൻ എഴുതിറങ്ങളെ കണ്ടിതു തീർച്ചയമ്മേ. മഴവില്ലിനു പിന്നിൽ ഞാൻ എഴുതിറങ്ങളെ കണ്ടിതു തീർച്ചയമ്മേ. എങ്ങനെയുണ്ടായിരുന്നു കട ഉദ്ഘാടനം? കട ഉദ്ഘാടനം എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു. ഒത്തിരി സാധനങ്ങളൊക്കെ എത്തിയോ? സാധനങ്ങളൊക്കെ ഉണ്ട്, ഒത്തിരി എത്തിയിട്ടുണ്ടല്ലേ? ഇങ്ങോട്ട് തന്നെ എങ്ങനെ ഓട്ടോയ്ക്കാണോ? ഇങ്ങോട്ട് ഓട്ടോയ്ക്ക് പോകുന്നു. ഇതാരാ? എഴുന്നേക്കണ്ട, അവിടെ ഇരുന്നു. ഇതിന്റെ നല്ലപോലെ ഒരുങ്ങിയൊക്കെ ഇരിക്കണേ എല്ലാവരും. നല്ല സുന്ദരിമണികളായിട്ടൊക്കെ ഇരിക്കണല്ലോ. ഒരു കല്യാണത്തിന് പോകാനായിട്ട് അങ്ങനെ ഒരുങ്ങിയിരിക്കുവായിരുന്നു. അതെയോ? കല്യാണം. ഞങ്ങളുടെ പോകാനെന്ന് പറഞ്ഞാൽ ചേട്ടായി വണ്ടിക്ക് പെട്രോൾ അടിക്കാനായിട്ട് പോയിരിക്കുക. ഇനിയിപ്പോ ഒരു നേരം ആകാര്യം ചിലപ്പോ വരും. അവരുടെ കാര്യല്ലേ അല്ലേ? അപ്പൊ മോളി എങ്ങനെയാ ഇവിടെ വന്നേ? ഞാൻ ഇവിടെ ഒരു കട ഉദ്ഘാടനം ഉണ്ടായിരുന്നു ഇന്ന്. അത് ശരി. നാത്തൂന്റെ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ രണ്ടും കൂടെയാണോ പോണേ? ഞങ്ങൾ രണ്ടുപേരും. നല്ല കാര്യം. പുതിയ സാരിയൊക്കെയാന്ന് തോന്നല്ലോ. വലിയ പുതിയതൊന്നുമല്ല, അല്ലെ? നല്ല ഒരുക്കമുണ്ട് അല്ലേ? ഞാൻ ഇവിടെ അടുത്തൊരിടത്ത് കടയിൽ വന്ന എനിക്ക് ഇച്ചിരി ഫോട്ടോകോപ്പി എടുക്കണമായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് വന്നാ. ഒരുക്കമൊക്കെ കണ്ട് നന്നായിരിക്കണം കേട്ടോ. അപ്പം കല്യാണത്തിന് പോകുമ്പോൾ നന്നായി ഒരുങ്ങി പോകുന്നത് നല്ലതാണ് അല്ലേ? ഞാൻ ഓർക്കുമായിരുന്നേ, ശരിക്കും പറഞ്ഞാൽ ഒരുക്കം ഇപ്പം 1 മണിക്കൂറേലും വേണം നമ്മളൊരു കല്യാണത്തിന് പോകണമെങ്കിൽ ഒന്ന് ഒരുങ്ങണമെങ്കിൽ അല്ലേ? ചിലരൊക്കെ ഇപ്പോൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയല്ലേ ഒരുങ്ങുന്നത്. ബ്യൂട്ടി പാർലറിൽ പോയി. അതെ. അപ്പോൾ നമ്മൾ ഒരുങ്ങുന്നത് നല്ല, എല്ലാവരും കൂടെ പോകുമ്പോൾ ഒരു സന്തോഷമല്ലേ? കല്യാണം എന്നൊക്കെ പറയുമ്പോൾ ഒരു മംഗളകർമ്മം നടക്കണമല്ലേ? അത് നല്ല കാര്യമാണ്. പക്ഷെ നമ്മൾ ഈ ഒരുക്കം ഇപ്പോൾ 1 മണിക്കൂർ നമ്മളൊരു കല്യാണത്തിന് ഒരുങ്ങാൻ നമ്മൾ എടുക്കണമെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് സ്വർഗത്തിൽ പോകാൻ എത്ര മണിക്കൂർ ഒരുങ്ങേണ്ടി വരും അല്ലേ? 1 മണിക്കൂറാണോ? അതിന് ജീവിതകാലം മുഴുവൻ ഒരുങ്ങിയാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഓരോ ദിവസവും നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കണം. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരുക്കും നമ്മളിപ്പോൾ നിങ്ങൾ രണ്ടുപേരും തന്നെയാണ് ഒരുങ്ങിയത് അല്ലേ? മോളിയുടെ വീട്ടിലൊരുങ്ങി, ജയമ ഇവിടെ ഒരുങ്ങി. നമ്മളെ മറ്റുള്ളവർ ഒരുക്കുന്ന രംഗമുണ്ട്. അതെപ്പോഴാണെന്നറിയാമോ? അത് ആദ്യം നമ്മളെ ഒന്ന് ഒരുക്കും. അതെപ്പോഴാ? മാമോദിസയ്ക്ക്. കൊച്ചിനെ ഒരുക്കി നല്ല ടിപ്പാക്കി പള്ളി കൊണ്ടുപോകും അല്ലേ? പിന്നെ അത് കഴിഞ്ഞ് പിന്നെ മറ്റുള്ളവർ നമ്മളെ ഒരുക്കുന്ന എപ്പോഴാണ്? കല്യാണത്തിന് ഒരുക്കൂലേ? കല്യാണത്തിന് ശരിക്കും പറഞ്ഞാൽ പുതുമണവാട്ടീനെ ഒരുക്കുന്ന ഒരു ചടങ്ങായിപ്പം അല്ലേ? അതായിട്ട് നന്നായിട്ട്. അപ്പം മറ്റുള്ളവർ നമ്മളെ ഒന്ന് ഒരുക്കുക. ലാസ്റ്റ് നമ്മളെ ഒരു ഒരുക്കമുണ്ട്, നമ്മളെ എടുത്തിട്ട് ഒരു ഒരുക്കമുണ്ട്. അതെന്താ? മരിക്കുമ്പോൾ. ശരിക്കും പറഞ്ഞാൽ നമ്മളെ മറ്റുള്ളവർ ഒരുക്കുന്ന രംഗങ്ങളാണ് ഇതെല്ലാം
അല്ലേ? നമ്മളെ മാമോദീസയ്ക്ക് ഒരുക്കും, പിന്നെ കല്യാണത്തിനൊരുക്കും, പിന്നെ ലാസ്റ്റ് ഒരു ഒരുക്കം അത് നമ്മൾ മരിച്ചു കഴിയുമ്പോൾ വേറെ ആരെങ്കിലും ആണ് നമ്മളെ ഒരുക്കുന്നത്. അപ്പം ഈ 3 ഒരുക്കത്തിലും നമ്മളെ വേറെ ഓരോരുത്തരാണ് ഒരുക്കുന്നത് അല്ലേ? ഇപ്പം നമ്മൾ തന്നെ ഒരുങ്ങി. അപ്പം ഇതുപോലെ നമ്മൾ സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഒരുങ്ങണം. അത് മറ്റുള്ളവർ ഒരുക്കാൻ പോരാ, നമ്മളെ തന്നെ ഒരുക്കണം. അപ്പം അത് വെളിപാടിൻ്റെ ബൈബിളുണ്ടോ ഇവിടെ? ഉണ്ട്. അപ്പോൾ ഇത് പുതിയ ബൈബിളാന്ന് തോന്നുന്നില്ല അല്ലേ? വെളിപാടിൻ്റെ പുസ്തകം 20-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ അന്തിമ വിധിയെക്കുറിച്ച് ഇതുണ്ട്. വായിച്ചിട്ടുണ്ട്? അത് മോളി വായിച്ചിട്ടുണ്ട് അല്ലേ? അതിനകത്ത് പറയുന്നത് ജീവൻ്റെ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെടാത്തവരെല്ലാം അഗ്നി തടാകത്തിലേക്ക് എറിയപ്പെടും. അപ്പം ജീവൻ്റെ പുസ്തകം, ആ ഗ്രന്ഥത്തിൽ, ജീവൻ്റെ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെടാത്തവരെല്ലാം അഗ്നി പൊയ്കയിൽ എറിയപ്പെടും എന്നാണ് പറഞ്ഞത്. അപ്പം ശരിക്കും നമ്മുടെ ഒരുക്കം തുടങ്ങുന്നതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പേര് വേണം. അതെവിടെയാണ് വേണ്ടേ? ജീവൻ്റെ പുസ്തകത്തിൽ. ഇപ്പം നിങ്ങളെ 2 പേരെ ആ കല്യാണത്തിൻ്റെ വീട്ടുകാർ വിളിച്ചില്ലേ? നിങ്ങളെ വിളിച്ചല്ലോ. നമ്മളിപ്പോൾ ഒരു കല്യാണം നടത്തിയപ്പോൾ, ഇപ്പം എൻ്റെ മോൻ്റെ കല്യാണം നടത്തിയപ്പോൾ ഞാൻ ആദ്യമേ തന്നെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി, വിളിക്കേണ്ടവരെ എല്ലാവരുടെയും കൂടി ഒരു ലിസ്റ്റ് ഉണ്ടാക്കി. ആ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ആ ലിസ്റ്റിലുള്ളവരുടെ പേരാണ് വിളിച്ചത്. അപ്പം ചിലപ്പോൾ ചിലരെ വിളിക്കുമ്പോൾ കിട്ടുകയില്ല. അപ്പം നമ്മളത് നോട്ട് ചെയ്തിട്ട് രണ്ടാമത് പിന്നെ നമ്മൾ അവരെ വിളിക്കും. അങ്ങനെയല്ല, നമ്മളെല്ലാം നമ്മുടെ പിള്ളേരെയൊക്കെ അങ്ങനെയുള്ളത് നടത്തിയത്. അപ്പം ഇതുപോലെ ആദ്യം നമ്മൾ ഫസ്റ്റ് ചെയ്യണ ഒരു ലിസ്റ്റ് ഉണ്ടാക്കും അല്ലേ? അപ്പം ആ ലിസ്റ്റിൽ പേരുള്ളവരെയാണ് ആ വീട്ടുകാർ വിളിക്കണത്. ഇപ്പം നിങ്ങളുടെ 2 പേരുടെയും പേര് ആ കല്യാണം നടക്കണ വീട്ടിലെ വീട്ടുകാരുടെ ലിസ്റ്റിലുള്ളത് കൊണ്ടാണ് നിങ്ങളെ വിളിച്ചത് അല്ലേ? അതുകൊണ്ടാണ് നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുന്നത്. ഇപ്പം എന്നെ വിളിച്ചിട്ടില്ല, അതുകൊണ്ട്, കാരണം അവരുടെ ആ ലിസ്റ്റിൽ എൻ്റെ പേരില്ല, അതുകൊണ്ട് എന്നെ വിളിച്ചില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ ലിസ്റ്റിൽ പേരുള്ളവരെയാണ് വിളിക്കുന്നത് കല്യാണ വിരുന്നിന്. അത് അവർ സെലക്ട് ചെയ്യുന്ന ഒരു ലിസ്റ്റ്. ഇതുപോലെ ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടാത്തവരെ ആ ശരിക്കും ഈശോയുടെ ആ വിരുന്ന്, വിവാഹ വിരുന്നിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റില്ല. ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടണം. ഇപ്പം ശരിക്കും ഇപ്പം നമ്മൾ ഇപ്പം സ്വർഗത്തിലെ ജീവൻ്റെ പുസ്തകത്തിലെ പേര് പറയുന്നതിനേക്കാൾ കൂടുതൽ ഇന്നീ ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ദൈനംദിന ഓരോ ഇടപാടുകൾക്കും പേര് വേണം. ഇപ്പം എൻ്റെ കയ്യിൽ ഞാനിപ്പം ഈ കോപ്പി എടുക്കാൻ വന്നത് എന്നാണെന്നറിയാമോ? എല്ലാ കാർഡിൻ്റെ ഒറിജിനലാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ എല്ലാം കോപ്പി പല ആവശ്യങ്ങൾക്കും വേണ്ടി വരിക. അപ്പം ഞാൻ ഇതെല്ലാം കൂടെ ഇന്ന് ഇച്ചിരി നേരം കിട്ടിയപ്പോൾ ഇതെടുത്തതാണ്. ഫോട്ടോ കോപ്പി എടുത്ത് വെച്ചേക്കാമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ക്രെഡിറ്റ് കാർഡ്, ഇപ്പോൾ കാശിടപാടുകൾ നടത്തണേലും ഇതിനകത്ത് നമ്മുടെ നമ്പറും പേരും ഇതിനകത്തുണ്ട് ഇല്ലേ? അപ്പം ഇത് നമുക്ക് ആവശ്യം. അപ്പം നമ്മുടെ ഒരു പേര് അത് ഒഫീഷ്യലായിട്ട് രേഖപ്പെടുത്തി നമുക്ക് ക്യാഷ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യണമെങ്കിൽ എടുക്കണേലും കൊടുക്കണേലും ഒക്കെ ഇപ്പം ഇത് ഉണ്ടാകണം. അതുപോലെ ഇതേ പാൻ കാർഡ് ഇല്ലാതെ ബാങ്കിൽ ചെന്നാൽ പോലും ഒരു ഇടപാടും നടക്കില്ല, കാണിക്കണ്ടേ ഇത്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ പാൻ കാർഡിൽ നമ്മുടെ പേരുണ്ടെങ്കിൽ ഈ ക്യാഷ് ഇടപാടുകൾ എല്ലാം നമുക്ക് റെഡിയാക്കാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ റേഷൻ കാർഡിൽ പേരില്ലെങ്കിൽ ഇപ്പം പിന്നെ വനിതകൾ വീട്ടുടമസ്ഥയാണ്, ഗ്രഹനാഥയാണ് റേഷൻ കാർഡിൻ്റെ ഉടമസ്ഥ അല്ലേ? പുരുഷന്മാരുടെ പേരൊന്നും പറ്റിയല്ല ഇപ്പോൾ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ റേഷൻ കാർഡ് നമുക്കില്ലാതെ നമുക്ക് പറ്റില്ല. ഈ റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങൾക്കും അല്ലെ ഇതെല്ലാത്തിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു റെക്കോർഡാണ് ഇത് മുഴുവനും. നമ്മുടെ നാഷണാലിറ്റി തെളിയിക്കണം, നമ്മുടെ സ്റ്റേറ്റ്, എല്ലാ കാര്യങ്ങൾക്കും ഉള്ളത്. പിന്നെ ഇത് കണ്ടോ, പാസ്പോർട്ട്. ഇതിനകത്തും പേരില്ലെങ്കിൽ നമുക്ക് ഒരു ഇടപാടും നടക്കില്ല. അപ്പോൾ എവിടെ വേണേലും നമ്മുടെ ഐഡൻറ്റിറ്റി കാർഡായിട്ട് ഇത് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പാസ്പോർട്ട് നമ്മളിപ്പോൾ എടുത്തു വയ്ക്കുന്നത് എന്തിനാ? ഈ പാസ്പോർട്ടിൽ നമ്മുടെ പേര് കൊടുത്ത് പേര് ചേർത്ത് നമ്മൾ എടുക്കുന്നത് എന്തിനാ? വിദേശത്തേക്ക്. നമ്മുടെ രാജ്യത്തു നിന്ന് നമുക്ക് വേറെ ഏത് രാജ്യത്തിലേക്ക് പോകണമെങ്കിലും ഇത് വേണം. ഈ പാസ്പോർട്ടിൽ പേരും വേണം, ഫോട്ടോയും വേണം അല്ലേ? ഇത് വേണം നമുക്ക്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ലോകത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ ഇടപാടുകൾക്കെല്ലാം ആയിട്ടും ഈ ലോകത്തിലുള്ള ഇപ്പോൾ ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് നമുക്ക് പോകണം, ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് നമ്മൾ പോകണമെങ്കിൽ നമുക്ക് പേര് വേണം. ഇതിപ്പോൾ ഒരു പുസ്തകമല്ലേ പോലും പാസ്പോർട്ടിൽ നമ്മുടെ പേര് വേണം. ഇത് റേഷൻ കാർഡ് ഒരു പുസ്തകം, ഇതിനകത്തുണ്ട് എല്ലാ കാര്യങ്ങളും. അപ്പം ശരിക്കും നമ്മളൊന്ന് ഓർത്ത് നോക്കിയേ, നമ്മുടെ വീട് എവിടെയാണ്? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തറവാട് സ്വർഗത്തിലാണ്
ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അപ്പം നമ്മുടെ തറവാട് അവിടെയാണ്. അപ്പം ഈ തറവാട്ടിലേക്ക് നമ്മൾ ലാസ്റ്റ് ചെല്ലുവാണ്. അവസാനം നമ്മൾ അവിടെയാണ് ഒത്തുകൂടുന്നത്. അപ്പം അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ അവിടെ സ്ഥിരതാമസം കിട്ടണമെങ്കിൽ, സ്വർഗത്തിൽ സ്ഥിരതാമസം കിട്ടണമെങ്കിൽ എന്ത് വേണം? ജീവൻ്റെ പുസ്തകത്തിൽ പേര് വേണം. അതാണ് ജീവൻ്റെ പുസ്തകമുണ്ട് അവിടെ. ഇപ്പം ഇവിടെയുള്ള പുസ്തകം പലതുണ്ട്, ഇതിലൊക്കെ പേരുണ്ടായാലേ സംഗതികളൊക്കെ നടക്കുള്ളൂ. ഇനി സ്വർഗത്തിൽ ചെല്ലുമ്പം ആ ജീവൻ്റെ പുസ്തകത്തിൽ പേര് എഴുതപ്പെടാത്തവർക്ക് അവിടെ സ്ഥാനമില്ല. അവരെ എന്തിലേക്ക്? അന്ധകാരത്തിലേക്ക്, അതായത് നിത്യ നരകാഗ്നി എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്ന അഗ്നി പൊയ്കയിലേക്ക് എറിയപ്പെട്ടു എന്നാണ്. അവിടെ തടാകത്തിലെ അഗ്നി തടാകത്തിലേക്ക് എറിയപ്പെട്ടു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിന് മുമ്പ് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ഞാൻ വെണ്മയേറിയ ഒരു വലിയ സിംഹാസനവും അതിലിരിക്കുന്നവനെയും കണ്ടു. അവൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിയകന്നു, അവയ്ക്ക് ഒരു സങ്കേതവും ലഭിച്ചില്ല. മരിച്ചവരെല്ലാവരും വലിയവരും ചെറിയവരും സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു. മറ്റൊരു ഗ്രന്ഥവും തുറക്കപ്പെട്ടു. അത് ജീവൻ്റെ ഗ്രന്ഥമാണ്. ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്ന പ്രവൃത്തികൾക്കനുസൃതം മരിച്ചവർ വിധിക്കപ്പെട്ടു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അറ്റൻഡൻസ് അവിടെ വരും. ജീവൻ്റെ പുസ്തകത്തിൽ പേര് അത് വേണം. പിന്നെ ദൈനംദിന കാര്യങ്ങളുടെ എല്ലാം അത് പറയുന്നുണ്ട്. നമ്മുടെ താന്താങ്ങളുടെ പ്രവൃത്തികൾക്ക് അനുസൃതമായ പ്രതിഫലം അന്ന് കിട്ടുന്ന. അപ്പോൾ താന്താന്നുകളുടെ പ്രവൃത്തികൾ രേഖപ്പെടുത്തി വയ്ക്കണ്ടേ? അന്നേരം ഉള്ളത് രേഖപ്പെടുത്തുന്നുണ്ട് അവിടെ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു അറ്റൻഡൻസ് നമ്മളൊന്ന് ഓർത്ത് നോക്കിയാൽ, ഇപ്പം ഒരു ഓഫീസിൽ ജോലിക്ക് പോകും, നമ്മൾ PSCയുടെ ടെസ്റ്റ് എഴുതി ഇല്ലേ? എങ്ങനെയല്ലേ സർക്കാർ ജോലി കിട്ടണമെങ്കിൽ PSCയുടെ ടെസ്റ്റ് എഴുതണം. ആ ടെസ്റ്റിനകത്ത് നമ്മൾ റാങ്കിൽ വരണം. അത് കഴിഞ്ഞ് നമ്മൾ അതിന് ഇൻ്റർവ്യൂ കാണും. അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ കയറണം അല്ലേ? അതിന് നല്ല മുൻ റാങ്ക്, ആദ്യത്തെ റാങ്കൊക്കെ കിട്ടിയാലേ ജോലി കയറാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ജോലി കിട്ടി. പിന്നെ നമുക്ക് അഡ്വൈസ് മെമ്മോ വന്നു. ആ മെമ്മോയും കൈപ്പറ്റി നമ്മൾ എന്നിട്ട് ഒരു ഓഫീസിലേക്ക് ചെല്ലുക. പക്ഷേ നമ്മൾ ഈ മെമ്മോ ഉണ്ട്, PSC ജയിച്ചു, ഇൻ്റർവ്യൂ ജയിച്ചു, എല്ലാം ഉണ്ട്, അഡ്വൈസ് മെമ്മോയും നമ്മുടെ കയ്യിലുണ്ടെങ്കിലും പോരാ. നമ്മൾ അവിടുത്തെ ഒരു സ്റ്റാഫായിട്ട് അല്ലെ ഒരു ജീവനക്കാരിയായിട്ട് അവിടുത്തെ പ്രവർത്തികളിൽ നമ്മൾ മുഴുകണമെങ്കിൽ അവിടുത്തെ അറ്റൻഡൻസ് രജിസ്റ്ററിൽ നമ്മൾ ഒപ്പിടണം. അങ്ങനെ ഒരിതുണ്ട്. അപ്പോൾ അറ്റൻഡൻസ് രജിസ്റ്ററിൽ നമ്മൾ ഒപ്പിട്ടാൽ മാത്രമേ നമ്മുടെ ദൈനംദിന റുട്ടീൻ വർക്ക് നമുക്കവിടെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ അവിടുത്തെ ഒരു ജീവനക്കാരിയാണ് എന്ന് തെളിയിക്കുന്ന ഒരു പ്രൂഫ് തന്നെയാണ് ഐഡൻറ്റിറ്റി. കാര്യം നമുക്ക് ഓർഡറൊക്കെ ഉണ്ട്, ഗവൺമെൻറ് ഓർഡറെല്ലാം നമ്മുടെ കയ്യിൽ കിട്ടും. പക്ഷേ ഡെയിലി അറ്റൻഡൻസിൽ നമ്മൾ ഒപ്പുവയ്ക്കണം. അപ്പോൾ ഈ ഒരു ഓഫീസിലേക്ക് നമ്മൾ ജോയിൻ ചെയ്യാൻ ചെല്ലുമ്പോൾ നമ്മുടെ പേരാണ് ഈ അഡ്വൈസ് മെമ്മോയിലും അപ്പോയിൻമെൻറ്റ് ഓർഡറിലും ഒക്കെ ഇരിക്കുന്നത്. ഈ പേര് അവിടുത്തെ അറ്റൻഡൻസ് രജിസ്റ്ററിൽ എഴുതി വയ്ക്കും. അപ്പോൾ പേരിന് മാറ്റം വരാൻ പാടില്ല. ഒരിക്കലും ഞാൻ ഇങ്ങനെ ഓഫീസറായിട്ടിരിക്കുമ്പോൾ ഒരു സൂപ്പർവൈസറായിട്ടൊരു സ്റ്റാഫ് വന്നു, പുതിയ അപ്പോയിൻമെൻറ്റാണ്. അത് വന്നപ്പോൾ അതിൻ്റെ പേര്, അതിൻ്റെ അപ്പൻ്റെ പേരാണ് സർട്ടിഫിക്കറ്റ്സിലൊക്കെ കിടക്കുന്നതും അഡ്വൈസ് മെമ്മോയിലും ഒക്കെ ഉള്ളത്. പക്ഷെ അത് പ്രൂവ് ചെയ്യാൻ കൊണ്ടുവന്നിരിക്കുന്നതും ഓർഡറിലും വന്നിരിക്കുന്നത് അതിൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ചേർത്താണ് അത് വന്നിരിക്കുന്നത്. അപ്പോൾ സർട്ടിഫിക്കറ്റ്സിലൊക്കെ വേറെ പേര്, അതിൻ്റെ ഓർഡറിൽ വേറെ പേര്. അപ്പോൾ ഈ രണ്ട് പേരും കൂടെ തടസ്സം, അതിനെ ജോയിൻ ചെയ്യിക്കാൻ തടസ്സം വന്നു. പിന്നെ അത് പ്രൂവ് ചെയ്യേണ്ടി വന്നു. ഈ അപ്പൻ്റെ പേരുള്ള ആളും ഭർത്താവിൻ്റെ പേരുള്ള ആളും ഒന്ന് തന്നെയാണെന്ന് തഹസിൽദാരുടെയൊക്കെ വില്ലേജ് ഓഫീസറൊക്കെ മുഖേന അത് റെഡിയാക്കി കൊണ്ടുവന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പേര് നമ്മുടെ സർട്ടിഫിക്കറ്റ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ഇതുപോലെയുള്ള കാർഡുകളിൽ എവിടെ എഴുതിയിരിക്കുന്നോ അത് തന്നെ ആയിരിക്കണം. ഈ ജോലി കിട്ടിയാൽ നമ്മൾ അവിടെ ചെന്ന് ഒപ്പിടണമെങ്കിൽ ഈ അറ്റൻഡൻസ് രജിസ്റ്ററിൽ ആ പേര് തന്നെ വേണം. അപ്പം നമ്മളൊന്ന് ചിന്തിച്ചാൽ ജീവൻ്റെ പുസ്തകത്തിൽ നമ്മുടെ ഒറിജിനൽ പേര് തന്നെ വേണം. നമ്മുടെ പേരിൻ്റെ സ്ഥാനത്ത് വേറൊരാളുടെ പേര് വന്നതുകൊണ്ട് നമുക്കൊരു പ്രയോജനമില്ല. ഉണ്ടോ? ഒരു പ്രയോജനമില്ല. അപ്പോൾ ഈ ജീവൻ്റെ പുസ്തകത്തിലെ പേര് എഴുതി ചേർക്കാൻ ആദ്യം നമ്മുടെ ആ ഐഡൻറ്റിറ്റി, നമ്മളാരാന്ന് തിരിച്ചറിയണം. നമ്മളാരാ? ദൈവത്തിൻ്റെ മക്കൾ. നമ്മുടെ വീട് എവിടെയാ? സ്വർഗത്തിൽ. നമ്മുടെ പിതാവ് ആരാ? ദൈവം. അപ്പോൾ ആ ഒരു ലെവലിൽ നമ്മളെ തന്നെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് നമ്മുടെ പേരായിരിക്കണം. ഈശോ നമുക്ക് തന്നിരിക്കുന്ന പേരുണ്ട്,
അപ്പോൾ ആ പേര് നമ്മുടെ ജീവൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തി വയ്ക്കുക. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ ഒരുങ്ങണം. ഈ ജീവൻ്റെ പുസ്തകത്തിൽ പേര് പറഞ്ഞാൽ ചുമ്മാ അങ്ങ് വരികയല്ലോ. അപ്പോൾ അതിനു വേണ്ടി ദൈനംദിനം, അതായത് എനിക്ക് തോന്നുകയാണ് എല്ലാ നിമിഷവും നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മൾ ആ സ്വർഗീയ പ്രവേശനം, ആ ജീവൻ്റെ പുസ്തകത്തിൽ എൻ്റെ പേര് എഴുതി ചേർക്കത്തക്ക വിധം ഞാൻ ഈ ലോകത്തിൽ അതിനനുസൃതമായിട്ട് ജീവിക്കുമ്പോൾ എൻ്റെ അന്നത്തെ ദിവസം കറക്റ്റാണ്. ഓരോ ദിവസവും ഓരോ നിമിഷവും അപ്പം നമ്മുടെ ഓരോ വാക്ക്, നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ മനസാക്ഷിയിൽ വരുന്നത്, നമ്മുടെ കാഴ്ചപ്പാടുകൾ, ഇതെല്ലാം ദൈവഹിതമാക്കി നമ്മൾ ഈ ലോകത്തിൽ വെച്ച് അത് പ്രാവർത്തികമാക്കണം. അപ്പോഴാ ഒരുക്കം ശരിയാവുള്ളൂ. നമ്മളിപ്പോൾ ഓരോന്നിനും ഓരോ ഒരുക്കമാണ് നമ്മൾ ചെയ്യണത്. കല്യാണത്തിന് പോകുമ്പോൾ ഒരുങ്ങുന്ന പോലെ അല്ല മരിച്ചിടക്കിന് പോകുമ്പോൾ ഒരുങ്ങുന്നത്, അല്ലേ? വ്യത്യാസമുണ്ട്. അപ്പം സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി ഒരു ഒരുക്കം വേറെയുണ്ട്. സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരുക്കം ഈ പറഞ്ഞ ബാഹ്യമായ മോടികളൊന്നുമല്ല, അത് ആന്തരികതയിലുള്ള ഒരു ഒരുക്കമാണ്. അതാണ് നമുക്ക് വചനത്തിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് നിന്റെ വസ്ത്രമല്ല കീറേണ്ടത്, ഹൃദയമാണ് കീറേണ്ടത്. അപ്പോൾ ആ ഹൃദയത്തിലാണ് പരിച്ഛേദനം നടക്കേണ്ടത്, ബാഹ്യമായ പരിച്ഛേദനമല്ല. അപ്പം ഹൃദയത്തിലാണ് അതിൻ്റെ പരിച്ഛേദന. പിന്നെ ഇത് പറയുമ്പോഴേ നമ്മളിപ്പം ഇവിടെ ഒരുങ്ങുമ്പോൾ നമ്മൾ തന്നെ ഒരുങ്ങും, അല്ലേ? പക്ഷേ ഈ സ്വർഗീയ പ്രവേശനത്തിനുള്ള ആ ഒരു സ്വർഗീയ വിരുന്നിനുള്ള ഒരുക്കം ശരിക്കും പറഞ്ഞാൽ ദൈവമാണ് ചെയ്യുന്നത്. അത് വചനം നമുക്ക് വായിച്ചു നോക്കാം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം നമുക്കൊന്ന് എടുത്തു നോക്കാം. റോമ 8. നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷി നൽകുന്നു. നാം മക്കളെങ്കിൽ അവകാശികളുമാണ്, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും. എന്തെന്നാൽ അവനോടൊപ്പം ഒരിക്കൽ മഹത്വപ്പെടേണ്ടതിന് ഇപ്പോൾ അവനോടുകൂടെ നാം പീഡ അനുഭവിക്കുന്നു. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ഒരുങ്ങണം. അപ്പോൾ ആ ഒരുക്കം നമ്മളെ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:8 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. ഇത് നമ്മളിപ്പോൾ 16 വായിച്ചത്. ജഡിക പ്രവണതകൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ദൈവത്തിൻ്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരല്ല, ആത്മീയരാണ്. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരുക്കം എവിടെയാണ്? ഈ ആത്മാവിനെ ധരിക്കുക. പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമ്മൾ ധരിക്കുക, അതാണ് നമ്മുടെ ഒരുക്കം. അപ്പം നമ്മൾ ഈ ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടാതെ വരുന്നത് എപ്പോഴാണ്? കർത്താവിൻ്റെ ആത്മാവ് എന്നിലില്ല എങ്കിൽ, ആ ഒരുക്കം എന്നിലില്ല എങ്കിൽ പുസ്തകത്തിലൊന്നും പേര് വരില്ല, ഒരു കാർഡ് നമുക്ക് കിട്ടില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഈ ലോകത്ത് ഞാൻ ജീവിക്കുമ്പോൾ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തിത്വം, എൻ്റെ പ്രവൃത്തിയും സംഭാഷണവും സകലതും അങ്ങനെ എന്നാണ്. ഇപ്പം എൻ്റെ ഉള്ളിലൊന്ന് വെച്ചുകൊണ്ട് ഞാൻ പുറത്ത് വേറൊന്ന് പറയരുത്. എൻ്റെ ഉള്ളിലുള്ളത് തന്നെ ഞാൻ പുറത്തേക്ക് പറയുക, അതനുസരിച്ച് പ്രവർത്തിക്കുക. സത്യമാണ് ദൈവം, വചനമാണ് സത്യം. അപ്പോൾ ആ ദൈവത്തിൻ്റെ ആ പരിശുദ്ധാത്മാവ് എന്നിൽ നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ് ഞാൻ സ്വർഗത്തിലേക്ക് കടന്നു വരാനുള്ള ആ ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടത്തക്ക രീതിയിലുള്ള ഒരുക്കം. ഇവിടെ നമ്മൾ പട്ടുസാരി സ്വർണ്ണമൊക്കെ ഇട്ട് നമ്മൾ ഒരുക്കുന്നത്. പക്ഷേ സ്വർഗത്തിലെത്താൻ ഈ പട്ടുസാരിയും സ്വർണ്ണവും ഒന്നും നമുക്ക് ആവശ്യമില്ല. പിന്നെ ഇവിടെ ഇട്ടോ അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഈശോയുടെ സ്നേഹം നമ്മൾ അനുഭവിക്കുന്നത് നമുക്ക് ഈശോ തന്നതല്ലേ, തരുന്നതല്ലേ. അപ്പം നമ്മുടെ ആത്മാവിൻ്റെ ഒരുക്കത്തിന് ദൈവം തന്നെ നമ്മളെ ഒരുക്കുന്നുണ്ട്. ദൈവത്തെ കൂടാതെ നമുക്ക് ആ ഒരുക്കം സ്വർഗത്തിലെത്താൻ നമുക്ക് പറ്റുകയില്ല. അത് ഈശോയാണ്. ഈശോ പറഞ്ഞു, ഞാനാണ് വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ആരും സ്വർഗത്തിൽ പിതാവിൻ്റെ അടുത്തേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. അപ്പോൾ ആ ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ട് നമ്മൾ അവിടെ ആയിരിക്കുന്ന ആ സ്വർഗീയ അനുഭവത്തിലേക്ക് കടക്കാനുള്ള ഒരുക്കം ഇവിടെ നമ്മൾ പൂർത്തിയാക്കുവാണ്. പക്ഷേ ഈ ഒരുക്കം നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മൾ തന്നെ ഒരുങ്ങണം. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ആരെങ്കിലും നമ്മളെ ഒന്ന് ഒരുക്കിയൊക്കെ റെഡിയാക്കാം, സുന്ദരിയാക്കിയൊക്കെ നിർത്താം. പക്ഷെ അവിടെ അങ്ങോട്ട് ചെല്ലുമ്പോൾ നമുക്ക് ആത്മാവിൻ്റെ സൗന്ദര്യമാണ്. ആത്മാവിൻ്റെ സൗന്ദര്യത്തിന് ആത്മാവിൻ്റെ ഒരുക്കം കിട്ടണമെങ്കിൽ അത് പരിശുദ്ധാത്മാവ് തന്നെ നമ്മളെ അതിനായിട്ട് ഒരുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദൈവം തന്നെ നമ്മളെ ഒരുക്കുവാണ്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്നാ ചെയ്യണം? നമ്മൾ ഇവിടെയാണ് നമുക്ക് ആൾക്കാരെയൊക്കെ വിളിച്ച് ഒരുങ്ങാം, അല്ലേ? അല്ല ബ്യൂട്ടി പാർലറിൽ പോയി ഒരുങ്ങാം.
അപ്പം നമ്മളിവിടെ നമുക്ക് സ്വർഗീയ ആ ഒരു ഒരുക്കം വേണം. അപ്പോൾ അതിന് എന്നാ ചെയ്യണം നമ്മൾ? നമ്മൾ ദൈവത്തോട് തന്നെ ചോദിക്കണം. ദൈവത്തോട് തന്നെ, ദൈവമേ എന്നെ ആ ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടത്തക്ക രീതിയിൽ എന്നെ ഈ ഭൂമിയിൽ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അതനുസരിച്ച് എന്നെ വഴി നടത്തണേ. നമ്മൾ ചോദിച്ചു മേടിക്കണം. അതുകൊണ്ടാണ് ലൂക്കായുടെ സുവിശേഷത്തെ നമ്മൾ വായിക്കുന്നുണ്ടത്. ലൂക്ക 11:9 മുതൽ വായിക്കുമ്പോൾ, അതുപോലെ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിലുമൊക്കെ നമ്മളത് വായിക്കുന്നുണ്ട് അങ്ങനെ. അതായത് ലൂക്ക 11:9 ചോദിക്കുവിന്, അത് നമ്മൾ ചോദിക്കണം, ഈശോയോട് ചോദിച്ചെടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 11-ാമത്തെ അധ്യായത്തിൽ 9 മുതൽ നമ്മൾ വായിച്ചാൽ മതി. ഞാൻ നിങ്ങളോട് പറയുന്നു, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. എന്തെന്നാൽ ചോദിക്കുന്ന ഏവന് ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. നിങ്ങളിൽ ഏതൊരു പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുക? മുട്ട ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കുക? മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. അപ്പം നമ്മൾ എന്നാ ചെയ്യണം? നമ്മുടെ ഒരുക്കം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി ദാഹിച്ച്, അതാ പറഞ്ഞ ദാഹിക്കുന്നവർ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. അപ്പം ആ ദാഹമാണ്. അപ്പം ഇവിടെ നമുക്ക് ആഭരണങ്ങളും ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടി മണിക്കൂറുകൾ നമ്മൾ ഒരുങ്ങി, നമുക്കൊരു ദാഹമുണ്ട്, നന്നായി പോകണം, ഒരുങ്ങണം എന്നൊക്കെ 10 പേര് കാണുന്നതല്ലേ അല്ലേ, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ അതൊരാഡംബര ഭ്രമമായിട്ട് നമുക്ക് മാറരുത്. മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ വലിയ ഇതായി, അതപ്പം നമ്മുടെ മനസാക്ഷിയിൽ ഒരു അസത്യം കടന്നുകൂടുക. എല്ലാവരും ഒരുപോലെയാണ്, ദൈവത്തിൻ്റെ മക്കളാണ് നമ്മളെല്ലാവരും, അവിടെ ഉച്ചനീചിത്വങ്ങളൊന്നുമില്ല. അപ്പം ആ സ്നേഹം, ആ ഒരു സത്യം, അത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് ഈ സത്യത്തിൽ നിലനിൽക്കാനും ഈ ലോക ജീവിതത്തിൽ ഈ സത്യത്തിലൂടെ, ഈ ദൈവിക സ്നേഹത്തിലൂടെ ജീവിച്ച് നമ്മൾ സ്വർഗീയ ഭവനത്തിൽ എത്തിച്ചേരണം. ആ ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടണമെങ്കിൽ ഇവിടെ വെച്ച് ഇവിടെയുള്ള ജീവിത സാഹചര്യങ്ങളിൽ നമ്മുടെ പേര് ആ പുസ്തകത്തിൽ വരത്തക്ക രീതിയിൽ ശുദ്ധമാകണം. അപ്പോൾ വിശുദ്ധിയിൽ നമ്മൾ ജീവിക്കണം. അത് നമ്മുടെ ഒരുക്കമാണ്. അപ്പോൾ ഈ ഒരുക്കത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മക്കളെയൊക്കെ നമ്മളിപ്പോൾ സ്കൂളിൽ പോകാൻ ഒരുക്കും അല്ലേ, കോളേജിൽ പോകാൻ നേരത്ത് ഒരു ജോലിക്ക് പോകാൻ നമ്മൾ ഒരുങ്ങും അല്ലേ, ജോലിക്ക് പോകുമ്പോൾ എല്ലാത്തിനും നമുക്കൊരു ഒരുക്കമുണ്ട് നമ്മുടെ. അപ്പോൾ സ്വർഗത്തിലേക്ക് പോകാൻ, അല്ലെ സ്വർഗീയ ആ പർദീസായിൽ, അല്ലെ ആ ഈശോയുടെ വിവാഹ വിരുന്നിൽ, ആ ഈശോയോടൊത്തുള്ള ജീവിതം, നിത്യതയിലുള്ള ജീവിതം. അപ്പം എന്തുമാത്രം ഒരുങ്ങണം. ഇപ്പം നിങ്ങൾ കല്യാണത്തിന് അങ്ങേയറ്റം വന്നാൽ 1 മണിക്കൂറേ അവിടെ ചിലവഴിക്കുള്ളൂ അല്ലേ. ആ 1 മണിക്കൂർ അവിടെ ചിലവഴിക്കാൻ വേണ്ടി നമ്മൾ എത്ര സമയം എടുത്തു, എന്തുമാത്രം പൈസ നമ്മൾ മുടക്കിയിട്ടുണ്ട്. ആ 1 മണിക്കൂർ നമ്മൾ ആ കല്യാണത്തിന് വേണ്ടി ചിലവഴിക്കാൻ വേണ്ടി നമ്മുടെ സാരിയായി, സ്വർണ്ണമായി, എല്ലാ രീതിയിലും നമ്മൾ സമയം, പണം ഒത്തിരി നമ്മൾ അതിനു വേണ്ടി വ്യയം ചെയ്തിട്ടുണ്ട്. അപ്പം നിത്യതയിൽ എല്ലാ കാലത്തും എത്രയോ കോടി വർഷം, അതായത് നിത്യതയിൽ ഈശോയോടൊത്തായിരിക്കണം. ആ ഒരു ജീവിതത്തിന് വേണ്ടി അപ്പം എത്ര മണിക്കൂർ ഒരുങ്ങണം, എന്തെല്ലാം സാഹചര്യങ്ങൾ നമ്മൾ അതിനു വേണ്ടി സജ്ജീകരിക്കണം. ഇത് നമ്മൾ ചിന്തിക്കുകയും നമ്മുടെ മക്കൾക്ക് ഇതൊന്ന് ചിന്തയിലിട്ട് കൊടുക്കണം. ഇപ്പോൾ പിള്ളേരോട് ഉപദേശിക്കാൻ ചെന്നാൽ ഇതൊന്നും നടക്കില്ല. അപ്പോൾ അവരോട് പറയണം, അവർ സ്കൂളിൽ പോകാൻ ഒരുങ്ങുന്നു, അവർ കോളേജിൽ പോകാൻ ഒരുങ്ങുന്നു, ജോലിക്ക് പോകാൻ ഒരുങ്ങുന്നു, കല്യാണത്തിന് പോകാൻ ഒരുങ്ങുന്നു. ഇതൊക്കെ അല്പസമയത്തേക്കാണ്, കുറച്ചൊരു പീരീഡേ ഉള്ളൂ. പക്ഷെ നിത്യതയിൽ നമ്മുടെ ആത്മാവിൻ്റെ നിത്യരക്ഷയിലായിരിക്കാൻ, ആ സ്വർഗീയമായ ആ അനുഭവം അനുഭവിച്ച് ഈശോയോടൊത്ത് എന്നുമായിരിക്കാൻ വേണ്ടി ഈ ഭൂമിയിൽ കുറച്ച് നാൾ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ എന്തുമാത്രം ഒരുങ്ങണം. അപ്പോൾ അതിന് മുൻതൂക്കം കൊടുക്കാൻ വേണ്ടി നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമപ്പെടുത്തണം. നമ്മുടെ മക്കളോട് പറയണം. ഇപ്പം ഇനി കല്യാണത്തിന് ചെല്ലുമ്പോൾ അവിടെ ഉള്ളവരോടൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക, ഒരുങ്ങിക്കോ. പക്ഷേ നിത്യതയ്ക്ക് വേണ്ടിയിട്ട് ആ ജീവൻ്റെ പുസ്തകത്തിൽ പേര് വരാൻ വേണ്ടി ഒന്ന് ഒരുങ്ങണം. അതൊക്കെ ഒന്ന് നമുക്കിനി അതൊക്കെ ഇനി സമയം കുറച്ചേ ഉള്ളൂ. അപ്പം നമുക്കിതൊക്കെ അവർക്കും പറഞ്ഞു കൊടുക്കണം. പിന്നെ അവരോടും കൂടെ പറയണം, അങ്ങനെ ജീവിക്കാൻ പറയണം. നമ്മൾ ഒരുങ്ങുന്നത് പുറമേ ഉള്ള ഒരു ബാഹ്യ ഒരുക്കമല്ല, ആന്തരികതയിലുള്ള ഒരു ഒരുക്കം. അതിനു വേണ്ടി എന്ത് സന്തോഷം. ഇപ്പം അമേരിക്കയ്ക്ക് ഒരു വിസ കിട്ടിയാൽ എന്ത് സന്തോഷം, പോകാമല്ലോ എന്നല്ലേ. അപ്പം സ്വർഗത്തിലേക്കൊരു ചാൻസ് കിട്ടിയേക്കോ നമുക്ക്. അപ്പം അതിനു വേണ്ടി എന്നും നമ്മൾ സന്തോഷിക്കണം, സന്തോഷത്തോടെ ആയിരിക്കണം. അതിന് ചെയ്യേണ്ടത് എന്നാന്ന് ചോദിച്ചാൽ നന്നായിട്ട് വചനം വായിക്കുക.
അതുപോലെ യോഹന്നാൻ്റെ സുവിശേഷം 16:24 വചനമുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വായിച്ച് വചനം വായിച്ച് നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കണം. 16:24 നമ്മൾ എടുക്കുമ്പോഴത്, ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും ചോദിച്ചിട്ടില്ല, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും. അപ്പോൾ നിത്യതയിൽ അവിടെ എത്തുമ്പോഴാണ് സന്തോഷം പൂർണ്ണം. അത് ഈ ഭൂമിയിലെ തുടങ്ങണം. നമ്മൾ ചോദിക്കണം, ഈശോയെ ആ നിത്യതയിൽ ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടാൻ തക്ക രീതിയിൽ എൻ്റെ ഈ ജീവിതത്തിൽ എന്നെ ഒരുക്കണം. ആ ഒരുക്കത്തിന് ഇതാ ഞാൻ തയ്യാറാ, നീ എന്നെ ഒരുക്കണേന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. ഒരു കാറിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പുള്ളി വന്ന് കാണും. ഇനി നമ്മളിവിടെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ ചേട്ടായിക്ക് ദേഷ്യം വന്നെന്നിരിക്കും അല്ലേ. അപ്പം ഏതായാലും ഇത്രയൊക്കെ ഇരിക്കാൻ പറ്റിയില്ലേ കേട്ടോ. ഇനി അവിടെയൊക്കെ ചെന്നിട്ട് ഓരോരുത്തരോടൊക്കെ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്ത് നല്ല കല്യാണം കഴിഞ്ഞ് നേരെ ഇങ്ങ് മോളി ഇങ്ങോട്ട് പോകും. ഞാൻ പോകും, വീട്ടിലേക്ക് പോകും. അതെ അല്ലേ. അപ്പോൾ ജയമയും ചേട്ടായും കൂടെ ഇങ്ങോട്ട് വരും. ഓ അത് ശരി. അപ്പോൾ എൻ്റെ അന്വേഷണമൊക്കെ പറഞ്ഞേരെ.